ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരാം. ഇന്ന് നമ്മുടെ പ്രിയ ബേബി സഹോദരൻ സ്നാനം ഏൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതായ ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച സഹോദരനോട് പറഞ്ഞു, ഇനിയും സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് സഹോദരനെ കൊണ്ട് എടുപ്പിക്കുന്നില്ല, അടുത്ത ആഴ്ച തന്നെ ചൂടോടെ തന്നെ ഞാനും സ്നാനപ്പെടാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം കഴിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാൻ പോകുന്ന ആളുകൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതിനെക്കുറിച്ചാണ് പൊതുവിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. അത് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളിവിടെ എടുക്കുന്ന, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ദിനംതോറും പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഒരർത്ഥത്തിൽ സ്നാനത്തിൻ്റെ ക്ലാസ്സുകളാണ്. സ്നാനപ്പെടാനുള്ളവർക്കും സ്നാനപ്പെട്ടവർക്കും വേണ്ടുന്നതായ ഒരു ക്ലാസ്സുകൾ തന്നെയാണ്. പിന്നെ സ്നാനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയുന്നതായിട്ടുള്ള എല്ലാ വാക്യങ്ങളും എടുത്ത് സ്നാനത്തെക്കുറിച്ച് വളരെ വിശദമായി, എന്താണ് സ്നാനം, ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അതൊക്കെ സഹോദരനെ ഞാൻ നേരത്തെ അയച്ചു കൊടുക്കുകയും സഹോദരൻ അത് കേട്ടിട്ടുമുള്ളതാണ് അല്ലേ? അതെ. സ്നാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഏറെ പഠിക്കാനുള്ളത് സ്നാനം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ്. എന്നാൽ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സ്നാനപ്പെടുക എന്ന് പറയുന്നൊരു പരിപാടി ബൈബിളിൽ ഇല്ല. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ ഞാൻ വിചാരിക്കുന്നു ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മാത്രമേ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ച ആളുകളോട് പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ ചുരുക്കം എന്താ എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. സ്നാനപ്പെടാൻ പോകുന്നവരോട് പറയാനായിട്ടുള്ളതേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും കാലവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചു, ഇനി അത് പറ്റില്ല. ഇനി നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോയാലും അത് ദൈവേഷ്ടത്തിന് ഒത്തവണ്ണമായിരിക്കണം. പിന്നെ നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ ലോകത്തിലെ ആഗ്രഹങ്ങൾ കൊണ്ടോ മോഹങ്ങൾ കൊണ്ടോ ലോകത്തിൻ്റെ ആളുകളോ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരവകാശവും ഇല്ല. ഈ ലോകത്തിൽ നിന്ന്, ദുഷ്ടലോകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. ആദ്യത്തെ രക്ഷ നിങ്ങളുടെ ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് ആത്മാവിൻ്റെ ജീവനിലേക്കാണ്. മരണത്തിൽ നിന്ന് ആത്മീക ജീവനിലേക്കാണ് നിങ്ങൾ രക്ഷപ്പെടുന്നതെങ്കിൽ അതിനോട് ചേർന്ന് നിങ്ങളുടെ ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് ഒരു രക്ഷയുണ്ട്. അത് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ, തലമുറയിൽ നമുക്ക് ഓടിപ്പോകാനായിട്ട് സ്ഥലമൊന്നുമില്ല. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെയുള്ള ലൗകിക വ്യവസ്ഥകളാണുള്ളത്. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലുള്ളവരെ പോലെ ലോകത്തിൻ്റേതായി ലോകത്തിനു വേണ്ടി ജീവിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിലുള്ളവരെ പോലെ ലോകത്തിനു വേണ്ടി, ലോകത്തിൻ്റെ ആളുകളായി, ലോകത്തിലുള്ള നമ്മുടെ മോഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അത് കേട്ട് സ്നാനപ്പെട്ടതായിട്ടുള്ള ആളുകളൊക്കെയും അവരുടെ ജീവിതത്തിൽ ജീവിച്ചത് അങ്ങനെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള അനേക ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിനോട് സ്നാനത്തിലൂടെ ചേരുമ്പോൾ അവർ പിന്നെ ജീവിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സഭയ്ക്ക് വേണ്ടി ജീവിക്കുക, അത്രേ ഉള്ളൂ. ദൈവമക്കൾക്ക് വേണ്ടി ജീവിക്കുക, അതാണ് വരുന്നതായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നാം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ
ഒരു വാക്യത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവവചനത്തെ ശ്രദ്ധിച്ചിരുന്നത്. എന്താണത്? ആകയാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദൈവത്തിന് ദാസന്മാരായി ജീവിക്കുന്നതിനെക്കുറിച്ച് 2-3 ക്ലാസ്സുകൾ നാം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ജീവിതത്തെക്കുറിച്ച് സ്നാനത്തോട് ചേർന്ന് തന്നെ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ഇന്നും ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണങ്ങൾ എന്താണ്? എന്നാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഇന്നും ഞാൻ വിചാരിക്കുന്നു നിങ്ങളിൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്നതായ മെസ്സേജുകൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കൊരു വലിയ ആകാംക്ഷയാണ്. എന്നാണ് ലോകം അവസാനിക്കാൻ പോകുന്നത്, എന്നാണ് കർത്താവ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്നതായ ഒരു വലിയ ആകാംക്ഷ, പ്രത്യേകിച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഇന്നത്തെ ആനുകാലികമായ സംഭവങ്ങളെയൊക്കെ അതിനോട് ചേർത്ത് വെച്ച് വളരെ കേൾക്കാൻ രസവും നമ്മളുടെ ആകാംക്ഷയെ ഉദ്ദീപിപ്പിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ ഒരു മാർക്കറ്റ് ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. അങ്ങനെയുള്ള സന്ദേശങ്ങൾക്ക് ധാരാളം കേൾവിക്കാരുണ്ട്. അപ്പോൾ ഇത് ഇന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസമല്ല, മറിച്ച് കർത്താവിൻ്റെ കാലത്തും അത് ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഒന്നിച്ച് കർത്താവിനോട് ചോദിച്ചു. വേറെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അവരത്ര അന്വേഷിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. പിന്നെ രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ് എന്നുള്ള ചോദ്യം അവസാനം വരെ അവർ ചോദിച്ചിട്ടുണ്ടാകും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോഴും സ്വർഗ്ഗാരോഹണത്തിന് തൊട്ട് മുമ്പ് അവർക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഈ ലോകത്തിൽ നീ ഒന്ന് രാജ്യം സ്ഥാപിച്ച് അവിടെ നിന്നോടുകൂടി ഒന്ന് വാഴാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാ നീ വരുന്നത്? ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലൊന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മന്ത്രിമാരായിട്ടും അല്ലേ കളക്ടർമാരുമായിട്ട് ഒക്കെ ജീവിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോഴും അവരുടെ ആകാംക്ഷ ആ നിലയിലായിരുന്നു. എന്നാൽ കർത്താവ് ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനുശേഷം കർത്താവ് 3 കാര്യങ്ങൾ അവരോട് പറയുന്നു. അത് യാദൃശ്ചികമായിട്ട് പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകാവസാനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ. ഞാനതൊക്കെ ഒരുവിധം പറയാവുന്ന അളവിൽ പറഞ്ഞു. പക്ഷേ അത് സംഭവിക്കും അല്ലേ? അത് അതിൻ്റെ സമയത്ത് സംഭവിക്കും. പക്ഷേ നിങ്ങൾ അതിനെ അങ്ങനെ ആകാംക്ഷയോടെ ആ സംഭവങ്ങളെയൊക്കെ നോക്കിയിരിക്കാനായിട്ടല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് ഉള്ള അർത്ഥത്തിലാണ് കർത്താവ് അതിനുശേഷം ചില കാര്യങ്ങൾ പറയുന്നത്. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലാണ്. അവിടെ നമുക്ക് ആ അധ്യായത്തിൽ 3 പ്രധാന സംഭവങ്ങൾ, ഉപമകൾ ആണ് കർത്താവ് പറയുന്നത്. ഒന്നാമത് 10 കന്യകുമാരുടെ ഉപമ. പിന്നെ പരദേശത്ത് പോയപ്പോൾ ദാസന്മാരെ വിളിച്ച് അവരെ ഓരോരുത്തർക്കും ദ്രവ്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു പോയതായിട്ടുള്ള, താലന്തുകൾ കൊടുത്തതായിട്ടുള്ള കാര്യം. പിന്നെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്നതായിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങളും കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെടുത്തിയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. കർത്താവിൻ്റെ വരവിനോട് ചേർന്നും ലോകാവസാനത്തെക്കുറിച്ചുമാണ് ശിഷ്യന്മാർ ചോദിച്ചത്. അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ആ ഒരു അധ്യായം ഇന്ന് വലിയ ഉപദേശങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള അധ്യായമാണ്. തർക്കങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള അധ്യായമാണ്. എന്നാൽ കർത്താവ് പറയുന്നത് അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ അതിൻ്റെ സമയമൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പിന്നെ അവിടെ പറയുന്നത്. സ്വർഗ്ഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഈ വേദഭാഗം
സമയത്തിൻ്റെ കുറവ് കൊണ്ട് അത് മുഴുവൻ വായിക്കണം എന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അവിടെ കാണുവാൻ അത് പരിചയമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ മണവാളൻ, ഒരേ മണവാളനെ എതിരേൽക്കാനായിട്ടാണ് ഈ 10 കന്യകമാരും തയ്യാറെടുത്തിരിക്കുന്നത്. ഒരേ മണവാളനെ, 2 മണവാളനല്ല. പിന്നെ ഈ മണവാളനെ എതിരേൽക്കാൻ ഉള്ള താല്പര്യവും മനസ്സും ഈ 10 പേർക്കും ഉണ്ടായിരുന്നു. ഒരേ ആളാണ് വരുന്നത്. ഈ ഒരേ ആളെ എതിരേൽക്കുവാനായിട്ടാണ് ഈ 10 കന്യകമാരും അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു, അല്ലേ? ചിലർ വിളക്കെടുക്കാൻ മറന്നുപോയി എന്ന് നമ്മളിവിടെ കാണുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ എണ്ണയും ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റോക്ക് ചിലരിൽ കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മണവാളൻ വരാൻ താമസിച്ചപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. 5 പേര് ഉറങ്ങി, 5 പേര് ഉറങ്ങാതിരുന്നു എന്നാണോ? അല്ല, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും, അവിടെയും 5 പേരല്ല, അവരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. 10 പേരും കന്യകമാരായിരുന്നു. 10 പേരും ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു, വിളക്കിൽ എണ്ണയും ഉണ്ടായിരുന്നു. 10 പേരും മയക്കം പിടിച്ചുറങ്ങി. 10 പേരും എഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ, മണവാളിനെ എതിരേൽപ്പാൻ എഴുന്നേറ്റു. പക്ഷേ അപ്പോൾ എന്തു പറ്റി? 5 പേര് നോക്കിയപ്പോൾ അവളുടെ വിളക്കിൽ എണ്ണ തീർന്നു പോയി. അവർക്ക് സ്റ്റോക്ക് എണ്ണയില്ല. അപ്പോൾ അവിടെ ഈ 2 വിഭാഗം കന്യകമാരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു വാക്ക് 5 പേരെക്കുറിച്ച് ഇല്ലാത്തതായും മറ്റ്5 പേരെക്കുറിച്ച് ഉള്ളതായും പറയുന്നുണ്ട്. എന്താണ് ആ വാക്ക്? ബുദ്ധി, അല്ലേ? അപ്പം ബുദ്ധി നമുക്ക് ആവശ്യമാണ്. ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധി ഇല്ലാത്ത കന്യകമാരും. ബുദ്ധിഹീനർ എന്ന് പറയുന്നത് ഒരു പാപമാണ് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ബുദ്ധിയില്ലാതെ പെരുമാറുന്നത് ഒരു പാപമാണ്. പാപങ്ങളുടെ ലിസ്റ്റിൽ ബൈബിളിൽ പല സ്ഥലങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തിനുള്ള ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. ഈ ബുദ്ധിയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആദവും ഹവ്വയും അവരെ ബുദ്ധിയുള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ചിന്താശേഷിയുണ്ട്, ചിന്തിക്കാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം ബുദ്ധിയുടെ അല്ലെങ്കിൽ ദേഹിയുടെ, പ്രാണൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അവരവരുടെ ബുദ്ധിയെ ദൈവനിഷേധത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നമല്ലാതെ യഥാർത്ഥത്തിൽ ദൈവനിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ബുദ്ധിയെയാണ് ബുദ്ധിഹീനത എന്ന് പറയുന്നത്. ദൈവേഷ്ടത്തിന് വേണ്ടി നാം നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുമ്പോൾ ശരിക്കുമുള്ള ബുദ്ധി എന്ന് പറയുന്നത് അതാണ്. ദൈവത്തിന് വിരോധമായിട്ട് നാം നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിഹീനത എന്നാണ്. നമ്മളും അത് അങ്ങനെ തന്നെ പറയാറുണ്ട്, ഇല്ലേ? എന്താ പറയാറില്ലേ? അവൻ ഇത്ര ബുദ്ധിയില്ലാത്തവനായിപ്പോയല്ലോ, അല്ലെങ്കിൽ അവൾ ഇത്ര ബുദ്ധിയില്ലാത്തവനായിപ്പോയല്ലോ. ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ നമ്മളങ്ങനെ പറയുന്നത്? മന്ദബുദ്ധികളോടാണോ നമ്മളങ്ങനെ പറയുക? അല്ല, ബുദ്ധിയുള്ളവരോട് തന്നെയാണ്. ബുദ്ധിയില്ലാത്തവരായിപ്പോയല്ലോ, അല്ലെങ്കിൽ അവർ ഭോഷന്മാരായിപ്പോയല്ലോ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അത് ആ ബുദ്ധി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചില്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അവരെ നമ്മളെന്ന് പറയും? ബുദ്ധിഹീനർ, അല്ലെങ്കിൽ ഭോഷന്മാർ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ദൈവേഷം ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ. അതിനല്ലാതെ ബുദ്ധി ഉപയോഗിക്കുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഭോഷന്മാർ അല്ലെങ്കിൽ ബുദ്ധിഹീനർ ആണ് എന്നുള്ളത്
നാം മനസ്സിലാക്കണം. ശരി, എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണസ്ഥിതിക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം മറ്റേ കന്യകുമാരും വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പിൻ. 2 വാക്കുകളാണ് ഈ ഒരു ഉപമയോടനുബന്ധിച്ച് കർത്താവ് പറയുന്നത്. 1 ഒരുങ്ങിയിരിക്കുക, 2 ഉണർന്നിരിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു ഉപമയിൽ നിന്നും പഠിക്കുവാനായിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. സാധാരണ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം, ഇപ്പം ഭർത്താവ് പുറത്തേക്ക് പോയിരിക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പോകാൻ ഞാൻ 10 മണിക്ക് വരും, ഒരുങ്ങിയിരുന്നോളാം പറഞ്ഞാൽ വീട്ടിലുള്ള ആളുകളൊക്കെ അവർ 10 മണിയാകുമ്പോഴത്തേക്കും ഒരുങ്ങിയിരിക്കും. വരാനായിട്ട് താമസിച്ച് കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞ് 10:10 10:20 11 എന്തായിരിക്കും നമ്മളുടെ ആ മനോഭാവം? ഒരു വല്ലാത്ത വിമ്മിഷ്ടം അല്ലേ? പിന്നെ നമ്മളങ്ങനെ പിറുപിറുപ്പും ഒക്കെയായിട്ട് അസ്വസ്ഥരായിട്ട് നമ്മൾ തീരും. എന്നാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥതയല്ല അവർക്കുണ്ടാകുക. അവർക്ക് ഇവിടെ മണവാളനെ എതിരേൽക്കാനാണെന്നാണ് പറയുന്നത്. മണവാളനെ എതിരേൽക്കാൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന വധൂവരന്മാർ അവർ അസ്വസ്ഥരാണോ ആകുക? അല്ല. അവർ ആ വിവാഹ നിശ്ചയം അല്ല വിവാഹത്തിൻ്റെ സമയത്തെ ഓർത്ത് അവർ അങ്ങനെ നല്ല മനക്കോട്ടകളൊക്കെ കെട്ടി സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആകാംക്ഷയോടെ അങ്ങനെ നോക്കിയിരിക്കുക. അതാണ് കർത്താവിൻ്റെ വരവിനെ, ഒരു മണവാളൻ്റെ വരവിന് വേണ്ടി മണവാട്ടി കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഈ കർത്താവ് ഉണർന്നും ഒരുങ്ങിയും ഇരിക്കാത്ത ആളുകളെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഐ ഹാവ് നോ ബിസിനസ്. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും, അത് മഹാപീഠനത്തിൻ്റെ മുമ്പാണോ ശേഷമാണോ നടുക്കാണോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വാദപ്രതിവാദങ്ങൾ ലോകത്ത് നടപ്പുണ്ട് അല്ലേ? ഞാൻ അതിലേക്കൊന്നും കടക്കാറില്ല, അതിനെക്കുറിച്ചൊന്നും അങ്ങനെ വളരെ വിശദമായി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്. അത് ഒരുവിധം പഠിക്കുവാനായിട്ടുള്ള പക്വത നിങ്ങൾക്കാവുമ്പോൾ അത് പഠിപ്പിക്കുന്നതുമാണ്. പിന്നെ അതിനെക്കുറിച്ച് എനിക്കും കുറച്ചുകൂടിയൊക്കെ കൃത്യത വരേണ്ടതുണ്ട്. കാരണം ദൈവവചനം എടുത്തു വെച്ചിട്ട് നമുക്ക് തോന്നിയതുപോലെ പഠിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല. പഠിപ്പിച്ചാൽ അത് കൃത്യമായിരിക്കണം, പിന്നെ അത് തെറ്റാണെന്ന് പറയുവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ന് മാത്രവുമല്ല, കർത്താവിൻ്റെ അടുത്തത് ചോദിച്ചപ്പോഴും കർത്താവ് അത്ര വ്യക്തമായിട്ടില്ല. 24-ാം അധ്യായം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും ഒക്കെയാണ് കർത്താവ് പഠിപ്പിച്ചത് അല്ലേ? എന്നാൽ 24-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ എല്ലാ സംശയവും മാറി ക്ലിയർ ആവേണ്ടതല്ലേ? ആണ്. പക്ഷേ ആകുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് മനഃപൂർവ്വം ചില അവ്യക്തതകൾ ആ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട്, മനഃപൂർവ്വം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കർത്താവ് അവ്യക്തമായിട്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ ബാബു സഹോദര? പറ്റുകയില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് എൻ്റെ വരവിൻ്റെ സമയം നിങ്ങൾ അറിയുക എന്നുള്ളതല്ല, നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. അപ്പോൾ കർത്താവ് ഇത്രാം തീയതി ഇത്രാം മണിക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അല്ലേ? കർത്താവ് ഈ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ വരുമെന്ന് ആരോ പറഞ്ഞതായിട്ട് അങ്ങനെ എന്തോ ഒരു വാർത്തയും ഞാൻ കേട്ടു, എവിടെയോ അങ്ങനെ കേട്ടു. അങ്ങനെയൊന്നുമില്ല. കർത്താവ് വരുന്ന സമയവും അതിൻ്റെ നാഴികയൊക്കെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ബൈബിളിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവ്യക്തത ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ രഹസ്യം? അത് വ്യക്തമാക്കി തരാൻ കർത്താവ് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അത് അങ്ങനെ വ്യക്തമാക്കി തന്നാൽ
നമ്മൾ മടിയന്മാരായി, ഉഴപ്പന്മാരായി, ദൈവനിഷേധികളായി പോവും. ശരി. അപ്പോൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് കർത്താവ് ഇങ്ങോട്ട് വന്നിട്ടും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടും ആകാം, അല്ലേ? കർത്താവിനെ യഥാർത്ഥത്തിൽ കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളും കർത്താവുമായിട്ടുള്ള സന്ധിക്കൽ, ശരിയല്ലേ? കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ നാം കർത്താവുമായിട്ട് സന്ധിക്കുന്നു. ഈ സന്ധിക്കൽ നമുക്ക് തിരിച്ചു പോകാം. അതെങ്ങനെയാ? നമുക്ക് അങ്ങോട്ടും പോകാം. 99ാമത്തെ വയസ്സിലെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 120 എന്ന് പറഞ്ഞൊരു വയസ്സ് ദൈവം വെച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ആയുസ്സിന്. എന്നാൽ 120 വയസ്സ് വരെ എനിക്കൊരു സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ നമ്മളാരും ചിന്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും 120 വയസ്സ് വരെ ദൈവം അങ്ങനെ മനുഷ്യനെ അങ്ങോട്ട് 112, 14 വരെയൊക്കെ, 120 അടുത്ത കാലത്ത് ഞാൻ ആരെക്കുറിച്ചും കേട്ടിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നാലും കർത്താവിനെ കാണാം. അതിനുള്ള ഒരു ഒരുക്കവും ഒരു ഉണർന്നിരിപ്പും നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുക. അതിനെക്കുറിച്ച് ഈ സ്വന്തം മണവാളനെന്ന് കരുതി മണവാളനെ എതിരേൽപ്പാൻ വിളക്കുമായി കാത്തിരുന്നതായിട്ടുള്ള 5 പേരെ കർത്താവിന് അറിയില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് കർത്താവിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞാൻ അവരെ അറിയുന്നില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ അറിയുന്നതായ ആ ഒരു പാലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയും ഉണർന്നും ഇരിക്കുന്നുവെങ്കിൽ, ആ ഉണർന്നും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യമാണ് ദൈവം നമ്മെ അറിയുന്നതിനുള്ള അടയാളം, അല്ലെങ്കിൽ ആ പാലം എന്ന് പറയുന്നത്. 1982 ഓഗസ്റ്റ് 15 ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നത് അല്ല. ബൈബിളിൽ എവിടെയെങ്കിലും, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും അവർ വീണ്ടും ജനനം പ്രാപിച്ചതായ അല്ലെങ്കിൽ സ്നാനപ്പെട്ടതായിട്ടുള്ള ദിവസത്തെ കാണിച്ചുകൊണ്ട് ഉള്ള ഒരു ഉപദേശത്തെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള എല്ലാ ഉപദേശ സംഹിതകളും ആ ഒരു ദിവസത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ വചനത്തിൽ കർത്താവിൻ്റെ വരവിൻ്റെ ദിവസത്തിൽ വെളിപ്പെടുന്നതിനെക്കുറിച്ചും അതിനുവേണ്ടി നോക്കിയിരിക്കുന്നതിനെക്കുറിച്ചും ഉള്ള ആ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. അപ്പോൾ കർത്താവ് ആർക്ക് വേണ്ടി പ്രത്യക്ഷനാവും എന്നാണ് പറയുന്നത്? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ. ഈ കാത്തു നിൽക്കുന്നവരാണ് ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്നത്, അല്ലേ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാത്തു നിൽപ്പ്, കർത്താവ് എന്നാണോ വരുന്നത്, ഇന്ന് വരുമോ, ഇന്ന് രാത്രി വരുമോ, നാളെ വരുമോ, എൻ്റെ ഈ ആയുസ്സിൽ വരുമോ, കർത്താവ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നോക്കി ആ കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവർ മാത്രമാണ് ഉണർന്നിരിക്കുന്നതും ഒരുങ്ങിയിരിക്കുന്നതും. അവരെ മാത്രമാണ് കർത്താവ് അറിയുന്നത്. വചനത്തിൻ്റെ പൊതുവായിട്ടുള്ള ആശയങ്ങളും ഉപദേശങ്ങളും ഒക്കെ എടുത്തു വെച്ചാൽ അങ്ങനെ പറയുവാനായിട്ട് കഴിയുള്ളൂ, അല്ലേ? വീര്യപ്രവൃത്തികൾ ചെയ്തവരെയും ഭൂതങ്ങളെ പുറത്താക്കിയവരെയും പ്രവചനങ്ങൾ നടത്തിയവരെയും കുറിച്ചും കർത്താവ് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ്. കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും കർത്താവിൻ്റെ പ്രസംഗങ്ങൾ തെരുക്കളിൽ കേൾക്കുകയും ചെയ്തതായിട്ടുള്ള അനേകരോടും കർത്താവ് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ
അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് നമ്മെ അറിയുന്നത് നാം ആ കർത്താവിന് വേണ്ടി നോക്കിയിരിക്കുന്നതായ, കാത്തിരിക്കുന്നതായ, ഉണർന്നിരിക്കുന്നതായ, ആകാംക്ഷയോടെ ഉണർന്നിരിക്കുന്നതായ ഒരു ആത്മീക അവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു, അവനിൽ വസിക്കുന്നു, അവനിൽ നടക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് കഴിയുന്നത്. കർത്താവ് വരുന്നത് തന്നിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, തന്നിൽ വസിക്കുന്നവർക്ക് വേണ്ടിയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്, തന്നെ ആകാംക്ഷയോടെ ഉണർന്നിരിക്കുന്നതായ ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ. അല്ലാത്തവരൊക്കെയും ഭോഷന്മാരും ബുദ്ധിഹീനരുമാണ് എന്ന് നമുക്കറിയാം. റോമർക്ക് എഴുതിയ 8-ാം അധ്യായത്തിലും ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞാൻ ഞരങ്ങുന്നു എന്നാണോ അവിടെ? അല്ല, നാമും. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്കവിടെ എന്താ കാണാൻ കഴിയുന്നത്? ഞരക്കം. എന്തിനുള്ള ഞരക്കമാണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. അന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിലാണല്ലോ നമ്മളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. അവിടെയും നാം കാണുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി, ആ അന്ത്യ നിമിഷത്തിനു വേണ്ടി ഞരക്കത്തോടെ, അല്ലേ, കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മളുടെ ഞരക്കം പലപ്പോഴും എപ്പോഴാണ്? നമ്മളുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്ന് തീരും, ഇതെന്ന് അവസാനിപ്പിക്കും എന്നുള്ളതായ ഒരു ഞരക്കം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ നമ്മളുടെ ഞരക്കം അങ്ങനെയല്ല. അതിനുവേണ്ടി ആവരുത്. അങ്ങനെ ഞരങ്ങുന്നവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നവരും ലോകത്തിലുള്ളതിനെ മോഹിക്കുന്നവരും ലോകത്തിൽ സുഖവും സന്തോഷവും അന്വേഷിക്കുന്നവരുമാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ നിത്യതയിലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ കഷ്ടങ്ങളുടെ ഇടയിലൂടെയുള്ള, രോഗങ്ങളുടെ ഇടയിലൂടെയുള്ള, അപമാനത്തിൻ്റെയും നിന്ദയുടെയും പീഡനത്തിൻ്റെയും ഇടയിലൂടെ ഒരാൾ നിത്യതയെ നോക്കിക്കൊണ്ട് സന്തോഷിക്കുന്ന ഒരു സന്തോഷം മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തിൽ നേടിയിട്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരു ഞരക്കം വിവാഹ നിശ്ചയം ചെയ്തു, അല്ലേ? മണവാളൻ ആണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ മണവാളനാണ്, മണവാട്ടി സഭയാണ്. ഈ മണവാളൻ സഭയായിരിക്കുന്നതിൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുന്ന ഒരു നിമിഷം, ഒരു ദിവസം ഉണ്ട്. ഒരു മണവാട്ടി തൻ്റെ വിവാഹ ദിവസത്തിനായി ആകാംക്ഷയോടെ, ഒരുക്കത്തോടെ കാത്തിരിക്കുന്നത് പോലെ നാം കാത്തിരിക്കുന്നവരാണ്. സ്നാനപ്പെടുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് നൽകുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ആ ഒരു ഞരക്കം നമ്മളുടെ ജീവിതത്തിലേക്കുണ്ടാകും. പിന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് ആ ഞരക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതം മാത്രമായിരിക്കും. ഇനി വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു, മണവാളൻ പോയിരിക്കുന്നു, മണവാളൻ എന്ന് വരുന്നു എന്നറിയുന്നില്ല. നമുക്ക് ഈ ഭൂമിയിലൊരു ഉദാഹരണം തന്നെ എടുക്കാം. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. ചെറുക്കൻ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്കോ പോയി 1 വർഷം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. തീയതിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, 1 വർഷം കഴിയുമ്പോൾ വരും, അപ്പോൾ വിവാഹം നടക്കും എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി, മണവാളിന് 1 വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ, എനിക്കിഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ എനിക്ക് ജീവിക്കാം എന്ന് ചിന്തിക്കുമോ? ചിന്തിക്കില്ല, അല്ലേ? അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ മണവാളൻ വരുമ്പോൾ ആ പെണ്ണെ കെട്ടുമോ? അത്രേ ഉള്ളൂ. ആ സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. കേട്ടില്ല. അപ്പോൾ ആ മണവാളൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയും കാത്തും ഞരക്കത്തോടെയും ഇരിക്കുന്നതായ ആളുകളെ സ്വീകരിക്കാനായിട്ടാണ് കർത്താവ് വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്, അല്ലേ? ഒരുങ്ങിയിരിക്കണം. ഈ ഒരുക്കം എന്താണ് എന്നുള്ളതാണ് കർത്താവ് 25-ാം അധ്യായത്തിൽ പറയുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന്
2, ഇങ്ങനെ ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ ധനം അല്ലെങ്കിൽ യജമാനൻ്റെ ധനം ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തി പോലെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രാപ്തി പോലെ. എല്ലാവർക്കും 5 വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. 5, 2, 1. ഓരോരുത്തരുടെയും പ്രാപ്തി പോലെ അവർക്ക് ദൈവം യജമാനൻ താലന്തുകളെ കൊടുത്തു. ഈ താലന്തുകൾ നിങ്ങൾ ഉപയോഗിച്ച് വ്യാപാരം ചെയ്ത് ഞാൻ വരുമ്പോൾ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മണവാളൻ നമുക്കങ്ങനെ എന്തെങ്കിലും താലന്തുകൾ തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. വ്യാപാരം ചെയ്യുന്നുണ്ടോ? അതോ കുഴിച്ചിട്ടേക്കുവാണോ? റൂമാലിൽ കെട്ടി ഭദ്രമായി ചെതലോ ഒന്നും പിടിക്കാതെ ഈ താലന്തുകൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടോ? എന്താണ് താലന്തുകൾ? നമ്മുടെ സഭയിൽ അത് പലവട്ടം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും പ്രാപ്തി പോലെ ദൈവാത്മാവ് നൽകിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. റോമാലേഖനത്തിലുണ്ട്, പത്രോസ് എഴുതിയ ലേഖനത്തിലുണ്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റുള്ളവന് വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവത്രേ. അപ്പോൾ ദൈവാത്മാവ് നമ്മളെ ഹൃദയങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും വരങ്ങൾ കൊടുക്കും, ഗിഫ്റ്റുകൾ കൊടുക്കും, താലന്തുകൾ കൊടുക്കും. ആ താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്യുന്ന ജീവിതമാണ് സഭാജീവിതം. എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരൊരുമിച്ചങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും താലന്തുകൾ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത എല്ലാ സഭകളിലും ഉണ്ടായിരിക്കും. എന്താണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ പൊതുപ്രയോജനത്തിനായി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള താലന്ത് എന്ത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമോ? അറിയാമെങ്കിൽ അത് നാം ഉപയോഗിക്കുന്നുണ്ടോ? അതെയോ നമ്മൾ ഒരുപക്ഷെ മറ്റ് സമുദായക്കാരെ വിളിക്കുന്ന പോലെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് നാം അധപ്പതിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച നമ്മൾ കൂടി വരുമ്പോൾ ഇവിടെയുള്ളതായ ഒരു നല്ല ബന്ധവും സ്നേഹവും സന്തോഷവും അതിൽ നാം തൃപ്തിപ്പെട്ട് ഇരിക്കുന്ന ആളുകളാണോ? പലയിടത്തും അതില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ അത് ഉള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം കൂടുതൽ കാണും. പക്ഷേ അവിടെയൊന്നും അല്ല സന്തോഷിക്കേണ്ടത്. കാരണം കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവ് ഓരോരുത്തരോടും കണക്ക് ചോദിക്കുന്നതായ ഒരു ദിവസമുണ്ട്. നമുക്ക് തന്ന താലന്തിനെക്കുറിച്ച് കണക്ക് ചോദിക്കുന്നു, അല്ലേ? ഇവിടെ നമ്മൾ എന്തോ വായിക്കുന്നേ? വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസന്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഈ 5ഉം 2ഉം കിട്ടിയ ആളുകൾ അവർ നേരെ ഇരട്ടി സമ്പാദിച്ചു, അല്ലേ? ഈ 2 ആളുകളോടും കർത്താവിൻ്റെ വചനം കൃത്യമായിരുന്നു, അല്ലേ? 5 ഉള്ളവൻ 5 കൂടെ കൊണ്ടുവന്നു, 2 ഉള്ളവൻ 2 കൂടി കൊണ്ടുവന്നു. അവരോടുള്ള കർത്താവിൻ്റെ വാക്കുകൾ എടുത്ത് നോക്കിയാൽ അത് കൃത്യമായിരുന്നു. കാരണം എന്താ?
2 4 കൊണ്ടുവന്നുള്ളൂ, 5 10 കൊണ്ടുവന്നു. ഓരോരുത്തർക്കും പ്രാപ്തി പോലെയാണ് ദൈവം കൃപാവരങ്ങളെ കൊടുത്തിരിക്കുന്നത്, ദാനങ്ങളെ കൊടുത്തിരിക്കുന്നത്, താലന്തുകളെ കൊടുത്തിരിക്കുന്നത്. ആ പ്രാപ്തിക്ക് ഒത്തവണ്ണം അവർ കൊണ്ടുവന്നാൽ ദൈവത്തിനത് സ്വീകാര്യമാണ്. അവിടെ 10 കൊണ്ടുവന്ന ആളോട് പ്രത്യേക ഒരു പരിഗണനയൊന്നും ദൈവം അവിടെ കാണിക്കുന്നില്ല. 4 കൊണ്ടുവന്ന ആളോട് പ്രത്യേകിച്ചൊരു പരിഗണനക്കുറവും അവിടെ കാണുന്നില്ല. ശരി, 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ധനം നാനാവിധമാക്കിയോ? ധൂർത്തപുത്രൻ്റെ പോലെ നാനാവിധമാക്കി വെറും കൈയോടെയാണോ വന്നേക്കണേ? അല്ല, വളരെ സുരക്ഷിതമായി, അല്ലേ? യജമാനൻ തന്നതായിട്ടുള്ള ആ സമ്പത്തിനെ, താലന്തിനെ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച് അതങ്ങനെ തന്നെ കൊണ്ടുപോയി അങ്ങ് ഏൽപ്പിച്ചു. അതൊരു വലിയ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ഒന്നും നഷ്ടപ്പെടുത്തിയില്ല, നേടിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒന്നും നഷ്ടപ്പെടുത്തിയില്ലല്ലോ, ഒരല്പം കരുണ കാണിക്കാൻ പാടില്ലേ എന്നുള്ളതാണ് നമ്മളുടെ ചിന്തയിൽ വരുന്നതായ കാര്യം. ഒരു രക്ഷയുമില്ല. എന്താ കർത്താവ് പറയുന്നേ? ദുഷ്ടനും മടിയനുമായ ദാസനെ. അപ്പോൾ അവിടെ എന്തിനാ ദുഷ്ടൻ എന്ന് വിളിച്ചേ? മടിയൻ എന്ന് വിളിച്ചാൽ പോരെ, അല്ലേ? വ്യാപാരം ചെയ്യാൻ മനസ്സില്ലാത്ത ആൾ. ആ ഒന്നുകൊണ്ട് കളഞ്ഞേച്ച് വന്നില്ലല്ലോ, ആ ഒന്ന് കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ മടിയൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ദുഷ്ടൻ എന്നുള്ളത് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവം ഏൽപ്പിച്ച താലന്തുകളെ ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്ക് വേണ്ടി വ്യാപാരം ചെയ്യാൻ മനസ്സില്ലാത്തവനെ ദൈവം വിളിക്കുന്ന വാക്കാണ് 1 മടിയൻ, 2 ദുഷ്ടൻ. പ്രിയമുള്ളവരെ, എത്ര ഭീതിതമായ വാക്കുകളാണ്. ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേതും പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവനെ കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവനെ ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയുണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? ഈ ദുഷ്ടദാസനെ എടുത്ത് പുറത്തുള്ള ഇരുട്ടിലേക്ക് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുകയും ചെയ്യും. എന്നിട്ട് ഉള്ളവന് വീണ്ടും കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കും. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ വ്യാപാരം ചെയ്യാതെ ഇരുന്നാൽ ദൈവം നമ്മെ തള്ളിക്കളഞ്ഞ്, ദൈവിക പരിപാടിയിൽ നിന്ന് നമ്മെ തള്ളിക്കളഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള താലന്തുകളെടുത്ത് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ ഒരല്പം ഭയം തട്ടിയിട്ടുണ്ടോ? ബേബി സഹോദരാ, ഈ ജീവിതം ഒരല്പം കഠിനമാണ്. സ്നാനപ്പെട്ടവരെ, സഹോദരീ സഹോദരന്മാരെ, ഈ ജീവിതം ഒരല്പം കഠിനമാണ്. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാവുന്ന, എന്നിട്ട് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏറ്റുപറഞ്ഞ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവേ നീ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് നിത്യത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. കേവലം ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് നാം തുടർന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്നവരും ഇവിടെയും ദൂരത്തിരുന്ന് നമ്മളുടെ സന്ദേശങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള എല്ലാവരോടും എനിക്കൊരൊറ്റ കാര്യമേ അപേക്ഷിക്കാനുള്ളൂ. നാം ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം.
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ശരീരമായ സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് ത്യാഗവും, എന്ത് നഷ്ടവും, എന്ത് കഷ്ടവും സഹിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നമുക്ക് വേണം. അല്ലെങ്കിൽ ഇത് നമുക്ക് വെച്ചിട്ടുള്ളതല്ല. നമ്മളിലേക്ക് ദൈവസഭയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നതായിട്ടുള്ള താലന്തുകളെ അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ ദുഷ്ടനും മടിയനും എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തിട്ട് അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും, അല്ലേ? അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും. നമുക്കറിയാമല്ലോ, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരാളോട് എന്തെങ്കിലും പറയാൻ നിൽക്കുമോ? എന്ത് കൊടുത്താലും നശിപ്പിക്കുന്ന, ഉപയോഗിക്കാത്ത ഒരാൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമോ? ഇല്ല. അതെല്ലാം തിരിച്ചു മേടിച്ച് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും. അത് നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവിക പദ്ധതിയിലും അതങ്ങനെ തന്നെയാണ്. ശരി, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടെ ചോദിച്ച ആളുകളോട്, ശിഷ്യന്മാരോട് കർത്താവ് തൻ്റെ മരണത്തിന് മുമ്പ്, ഇതിനുശേഷം കർത്താവിൻ്റെ മരണവുമായിട്ട് 26-ാമത്തെ അധ്യായം മുതൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. തൻ്റെ മരണത്തിനും അതുപോലെ തന്നെ ലോകാവസാനത്തെക്കുറിച്ച് ചോദിച്ചതായിട്ടുള്ള വിശ്വാസികൾ, തൻ്റെ ശിഷ്യന്മാരുടെ വാക്കുകൾക്കും ഇടയിലുള്ളതാണ് ഈ 3 കാര്യങ്ങൾ. മൂന്നാമത്തത്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ, 31 മുതലുള്ള വാക്യങ്ങൾ, തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പോൾ ഈ ഒരു തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് അത് എന്നാണ്, ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായവിധിയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ക്രിസ്തീയ ലോകത്ത് തർക്കമുണ്ട്. അത് ഞാൻ ആദ്യമേ സമ്മതിക്കുകയാണ്. ഇത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല എന്നും അല്ല, ഇത് വിശ്വാസികളും ഇതിൽ പെടുമെന്നും പറയുന്നതായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. എന്തായാലും നമുക്കതിനെക്കുറിച്ച് ഒരല്പം ചിന്തിക്കാം. അവിടെ സമയത്തിൻ്റെ കുറവുകൊണ്ട് അത് എല്ലാം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഇടത്തും വലത്തുമുള്ള ആളുകളോട് അവർ ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അത് കൂടുതലും നമ്മുടെ സൽപ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മെ ദൈവം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ച് പുതിയ സൃഷ്ടിയാക്കി തീർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ പഠിച്ചത്? സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തിനെക്കുറിച്ചാണ്? വിശന്നു, അല്ലേ? ആഹാരം തന്നു, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, ദാഹിച്ചു, വെള്ളം തന്നു, രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് കണ്ടു, അങ്ങനെയല്ലേ പറയുന്നേ? അപ്പോൾ ഇതും സൽപ്രവൃത്തികൾ തന്നെയാണ്. ഇവിടുത്തെ ഈ ന്യായവിധിയിൽ വിഷയമെന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്തതായിട്ടുള്ള സൽപ്രവൃത്തികളെക്കുറിച്ചാണ്. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ന്യായവിധി ഏത് സന്ദർഭങ്ങളിൽ ആർക്ക് വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുമെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നാം ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തൻ്റെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു, നീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലല്ലോ, നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിന്നെയൊക്കെ കണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ അങ്ങയുടെ പാദം കഴുകി, അല്ലേ? പാദം കഴുകി എന്ത് വേണേലും നിനക്ക് വേണ്ടി ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവർക്ക് ചെയ്യാതിരിക്കുന്നിടത്തോളം നിങ്ങൾ ചെയ്യാതിരുന്നത് എനിക്ക് വേണ്ടിയാണ്. അതുപോലെ വലത്തുള്ളവരോട് നിങ്ങളിതൊക്കെ ചെയ്തു എന്ന് പറയും. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നീ എപ്പോഴാണ് വന്നത്, ഞങ്ങളെപ്പോഴാണ് നിനക്ക് ചെയ്തേ, അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുന്നേ? അവരറിഞ്ഞിട്ടേ ഇല്ല. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്നു, നീ ഞങ്ങളുടെ അടുത്ത് വന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഈ ചെറിയവരിലൊരുവന് നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങളതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ വലത്തുള്ളതായ ആടുകൾ അവർ ചെയ്തത് പ്രത്യേകിച്ചൊരു അവരുടെ ഒരു കണക്ക് തീരുമാനിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലേ ശരിയാവില്ല. ദാ ഒരാൾ രോഗിയായിട്ടിരിക്കുന്നു, ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ അവർക്ക് ഉടുപ്പില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെക്കുറിച്ച് കേട്ടു, അവരെല്ലാ വർഷവും
ഒരു പുതിയ സെറ്റ് ഉടുപ്പ് അവരെല്ലാവരും മേടിക്കും. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഉടുപ്പ് അവരേതെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവർ മേടിച്ച ഉടുപ്പ് ഒരു 5 വർഷം ഉപയോഗിച്ച് എല്ലാ വർഷവും പുതിയ ഉടുപ്പ് മേടിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് എത്ര മാന്യമായിരുന്നു. അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞങ്ങളുടെ ഡ്രസ്സ് ഒരു വർഷമേ ഉപയോഗിക്കുകയുള്ളൂ, ഈ ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അത് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പുതിയ ഉടുപ്പ് ഞങ്ങൾ വാങ്ങിക്കും. പ്രിയമുള്ളവരെ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഗണത്തിൽപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മളുടെ സ്വഭാവമായി തീരണം എന്ത്? വിശപ്പുള്ള ഒരാളെ കണ്ടാൽ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളൊരു സ്വഭാവമായി മാറണം. രോഗിയായിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തീരണം. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മളറിയാതെ തന്നെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്വഭാവത്തിൻ്റെ രൂപാന്തരമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ബേബി സഹോദരൻ നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സഹായം ചെയ്യുന്ന ആളുകളെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ചെന്ന് അതിൻ്റെ എല്ലാ വശങ്ങളുമൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുന്ന ഒറ്റപ്പെട്ട പ്രവൃത്തികൾക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ മാത്രമേ അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മുടെ രൂപാന്തരത്തിൽ നിന്ന് ഉളവായതായ കാര്യമാകുകയുള്ളൂ. ശരി, പ്രിയമുള്ളവരെ, കർത്താവ് വരുന്ന തീയതിയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ മെസ്സേജുകൾ ഒരല്പം കേൾക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒരല്പം കുറച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട്, ആ കർത്താവ് വരുമ്പോൾ ഏത് സമയത്ത് വന്നാലും ആ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഉണർന്നും സുബോധമായിട്ടും ഒരുങ്ങിയും ഇരിക്കണം. ആകാംക്ഷയോടെ കാത്തിരിക്കണം. അവർക്ക് വേണ്ടിയ അവരേ കർത്താവ് കാണുന്നുള്ളൂ. അവർ തമ്മിലേ ആ ബന്ധത്തിൻ്റെ പാലമുള്ളൂ. ഇനി അല്ലാത്തവരെക്കുറിച്ച് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലാണ്. അവിടെ വിളിക്കുന്നൊരു പേരുണ്ട്, ഭീകരമായ ഒരു പേരാണ്, വ്യഭിചാരിണികളായുള്ളവരെ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഇംഗ്ലീഷിൽ വ്യഭിചാരിണികൾ എന്ന് മാത്രമല്ല വേറൊരു വാക്കും കൂടി അതിനോട് ചേർന്നുണ്ട്, അഡൾട്ടറേഴ്സ് ആൻഡ് അഡൾട്രസസ്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത്. വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ എന്നാണ് അത് ഇംഗ്ലീഷിലുള്ള തർജ്ജമയിൽ നോക്കിയാൽ അവിടെ ഇത് രണ്ടുമുണ്ട്. വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാം ലോകത്തെ സ്നേഹിച്ച് ദൈവജനത്തെയും ദൈവസഭയെയും സ്നേഹിക്കാതെ നാം സ്വാർത്ഥരായിട്ട് ജീവിച്ചാൽ ദൈവം നമ്മെ വിളിക്കുന്ന ഒരൊറ്റ പേരാണ്. എന്താണ്? നിങ്ങളുടെ മണവാളനെ മണവാളന് വേണ്ടി നോക്കിയിരിക്കാതെ നീ ലോകത്തിൻ്റെ പിന്നാലെ പോയി, ലോകമാണ് നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ്, അതുകൊണ്ട് നീ വ്യഭിചാരമാണ് ചെയ്യുന്നത്, നീ വ്യഭിചാരത്തിലാണ് നീ ജീവിക്കുന്നത്. ദൈവം വ്യഭിചാരികളെ സ്വീകരിക്കാനോ വ്യഭിചാരിണികളെ സ്വീകരിക്കാനോ അല്ല ഇങ്ങോട്ട് വരുന്നത്, മറിച്ച് തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്ന, തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ആളുകളെ ചേർക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ടവരായിട്ടുള്ള നമുക്കും സ്നാനപ്പെടാൻ പോകുന്നതായിട്ടുള്ള പ്രിയ ബേബി സഹോദരനോടും